അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്നത് NPK 19-19-19 എന്ന് പറഞ്ഞ ഫെർട്ടിലൈസറാണ്. അതായത് നമ്മുടെ ചെടികളൊക്കെ ധാരാളം പൂക്കാനും അതുപോലെ തന്നെ കായ്ക്കാനും ചെടിയിലുള്ള കായകളൊക്കെ പൊഴിഞ്ഞു പോകാതിരിക്കാനും ചെടികളൊക്കെ ശക്തിയായിട്ട് വളരാനും പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ്. അപ്പം ഈ NPK എന്ന് പറഞ്ഞത് ഈ എന്ന് ഉദ്ദേശിച്ചത് നൈട്രജനും പിന്നെ ഫോസ്ഫറസും പൊട്ടാസ്യമാണ്. അപ്പം ഇത് മൂന്നും 19-19-19 എന്ന അനുപാതത്തിലോട്ടുള്ള ഫെർട്ടിലൈസറാണ് NPK 19-19. അപ്പോൾ ഇതെങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ NPKയുടെ ആ ഫെർട്ടിലൈസറിൻ്റെ പൗഡറായിട്ടാണ് ഈ കിട്ടുന്നത്. പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു സ്പൂണും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അനുപാതം എന്ന് പറഞ്ഞത് 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂണാണ് വേണ്ടത്. 1 സ്പൂണിൽ കൂടാൻ പാടില്ല. സ്പൂണ് നോർമലായിട്ട് നിറയുന്ന രീതി മതി. അപ്പോൾ ഈ കാണുന്ന 1 ലിറ്ററിൻ്റെ ഒരു കപ്പാണ്. അപ്പോൾ ഇതിനകത്ത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ കാണുന്ന നമ്മൾ സ്പ്രേ ബോട്ടിലെങ്കിലും വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരിക്കലും ഇത് കൂടാൻ പാടില്ല, കുറയാനും പാടില്ല. ഇച്ചിരി കുറഞ്ഞാലും പ്രോബ്ലം ഇല്ല, പക്ഷെ ഒരിക്കലും കൂടാൻ പാടില്ല. അപ്പം ഇതിൻ്റെ അനുപാതം എന്ന് പറഞ്ഞത് 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂണാണ് വേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്യാൻ പറ്റിയ കറക്റ്റായിട്ട് പറയുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ വൈകുന്നേരം ചെയ്യണം, അതായത് വെയിലൊക്കെ താന്നതിന് ശേഷം വൈകിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ വെളുപ്പിനെ, അതായത് സൂര്യൻ വരുന്നതിന് മുമ്പേ രാവിലെ തന്നെ ചെയ്യണം. ഒരിക്കലും വെയിൽ വന്നതിന് ശേഷം നമ്മളിത് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് ചെടിയുടെ മൂട്ടിലൊക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷമേ നമ്മൾ ഈ സ്പ്രേ അവിടെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ കഴിയുകയാണ്. പിന്നെ ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ടൊന്ന് അറിയിക്കണം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയുടെ നമ്മൾ ഇതിൽ നേരെ ടോപ്പിക്കായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.